നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കണ്ടൊരു കാര്യമുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഇന്ത്യൻ ടീമിന് ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ലോകകപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മാച്ചിൽ നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബാറ്റിംഗ് പാടവം കൊണ്ട്, അല്ലെങ്കിൽ ബോളിംഗ് മികവ് കൊണ്ട് വിജയിപ്പിക്കുക എന്നത്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ വിഴിഞ്ഞത്തു നിന്നുള്ള ഒരു പയ്യൻ അത് നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജു വി സാംസൺ. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സഞ്ജു സാംസൺ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹം മികച്ച ഫോമിൽ തന്നെയായിരുന്നു. എന്നാൽ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ന്യൂസിലൻഡ് സീരീസിൽ അദ്ദേഹം അമ്പെ പരാജയമായി. ടീമിലെ ഒന്നാം കീപ്പർ എന്നായിരുന്നു സഞ്ജു സാംസൺ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മയും പെട്ടെന്ന് തന്നെ ഇഷാൻ കിഷൻ ഫോമിലേക്ക് എത്തിയതും അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിപ്പിച്ചു. ലോകകപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹം ബെഞ്ചിലായിരുന്നു. ഫോം കൺസിസ്റ്റന്റ് ആയി തുടരാൻ കഴിയാത്തതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴി കേട്ടു. എന്നാൽ ഒരവസരം കൂടി അദ്ദേഹം അർഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. ലോകകപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഫോം ഔട്ടായ അഭിഷേക് ശർമ്മയെ മാറ്റണമെന്ന് പലരും മുറവിളികൾ കൂട്ടി. എന്നാൽ അതിനു മുൻപ് മികച്ച ഫോമിൽ നിന്ന് അഭിഷേക് ശർമ്മയെ മാറ്റാൻ ടീം മാനേജ്മെന്റിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അഭിഷേക് ശർമ്മയ്ക്ക് പറ്റിയൊരു പരിക്ക് സഞ്ജു സാംസണിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ആ മത്സരത്തിൽ അധികമൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിവേഗം റണ്ണ് നേടിയെങ്കിലും റണ്ണിന്റെ അളവ് കുറഞ്ഞു പോയത് അദ്ദേഹത്തിന് തിരിച്ചടിയായി. വീണ്ടും അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തേക്ക്. തിരിച്ചു വന്ന അഭിഷേക് ശർമ്മയാകട്ടെ 3 മത്സരത്തിൽ തുടരെ ഡക്കാവുകയും അടുത്ത മത്സരത്തിൽ വെറും 11 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. ഇതിനുശേഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരം നടക്കുന്നത്. അവിടെയാണ് തീരുമാനങ്ങൾ മാറുന്നത്. വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റില്ല എന്ന് പറഞ്ഞു പോയ സൂര്യകുമാർ യാദവിന് അവിടെ തിരിച്ചടി ലഭിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ ആവശ്യം എന്താണെന്ന് സൂര്യകുമാർ യാദവും ടീം മാനേജ്മെന്റും അവിടെ മനസ്സിലാക്കുന്നു. എന്താണ് സഞ്ജു സാംസന്റെ ആവശ്യകതയെന്നും അവർ മനസ്സിലാക്കുന്നു. സിംബാബ്വെക്കെതിരായ നിർണായക മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നു. എന്താണോ ടീം അയാളെ പറഞ്ഞേൽപ്പിച്ചത് അത് തന്നെ അയാൾ ചെയ്യുന്നു. മികച്ച തുടക്കം നൽകുക, അതിവേഗം റൺസ് നൽകുക, അത് അദ്ദേഹം കൃത്യമായി ചെയ്തു. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പായി അത് മാറി. പക്ഷെ അപ്പോഴും അദ്ദേഹം പഴികേട്ടു, ലോങ് ഇന്നിങ്സുകൾ കളിക്കുന്നില്ല എന്ന്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരം ക്വാർട്ടർ ഫൈനൽ എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 195 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മയെ നഷ്ടമായി. തൊട്ടു പിന്നാലെ വന്ന ഇഷാൻ കിഷനും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പുറത്താവുകയും ചെയ്തു. അപ്പോഴും ഒരു സൈഡിൽ റൺ റേറ്റ് കൂടാതെ നോക്കി കളിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. പിന്നീട് വന്നവരെല്ലാം തന്നെ സഞ്ജു സാംസണിന് ചെറിയ പിന്തുണകൾ മാത്രമാണ് നൽകിയത്. ഒരു ഒറ്റയാൾ പോരാളിയെ പോലെ സഞ്ജു സാംസൺ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ സെലിബ്രേഷൻ, ആത്മസംതൃപ്തി നൽകുന്ന ഒരു സെലിബ്രേഷൻ, അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീഴ്ചയിലും ഉയർച്ചയിലും അദ്ദേഹത്തിനോടൊപ്പം നിന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് നൽകിയ ആത്മസംതൃപ്തിയും വളരെ വലുതാണ്. നിർണായകമായ സെമി ഫൈനൽ മത്സരം, അവിടെയും സഞ്ജു സാംസൺ തന്റെ ഫോം തുടർന്നു. സഞ്ജു സാംസണിനെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയിട്ടുള്ള ആർച്ചർ മറുവശത്ത് നിൽക്കുമ്പോഴും ഭയക്കാതെ ആർച്ചറിനെ ഗാലറിക്ക് അപ്പുറം എത്തിക്കാൻ സഞ്ജു സാംസണിന് കഴിഞ്ഞു. 89 റൺസ് നേടി വേണമായിരുന്നുവെങ്കിൽ തട്ടിമുട്ടി നിന്ന് സെഞ്ചുറി നേടാവുന്ന മത്സരത്തിൽ അദ്ദേഹം അതിന് ശ്രമിച്ചില്ല. ടീമിന്റെ റൺസ് കയറ്റുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റും നഷ്ടമാകുന്നത്. പിന്നീട് കീപ്പിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ബോളേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ മികച്ചത് തന്നെയായിരുന്നു. എന്താണ് സഞ്ജു സാംസൺ, എന്താണ് സഞ്ജു സാംസന്റെ കഴിവ്, എന്താണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്ന് ലോകവും ടീം മാനേജ്മെന്റും തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ആ 2 മത്സരങ്ങൾ. ലോകകപ്പ് തുടങ്ങിയപ്പോൾ ബെഞ്ചിലായിരുന്ന സഞ്ജു സാംസൺ ഇപ്പോൾ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പട്ടികയിൽ ആദ്യ 5-ലുള്ള ഏക ഇന്ത്യക്കാരനാണ്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പൊങ്ങുകയായിരുന്നു അദ്ദേഹം.